സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണും പ്രിയങ്കയും തമ്മിൽ വഴക്കിടുന്നത് പുറത്ത് നിൽക്കുന്ന കൽപ്പന എല്ലാം കാണുന്നുണ്ടാവും. കൽപ്പന അങ്ങനെ വേഗം തന്നെ താഴത്തേക്ക് ഓടിച്ചെല്ലുവാണ്. അവിടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം കൽപ്പന പറയണേ, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ സഭ കൂടി സംസാരിച്ചുകൊണ്ടിരുന്നോ? ദേ മുകളിലെ മകനും മരുമോളും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ്. അവർക്കിടയിൽ പ്രശ്നം തെളിയിക്കാനായിട്ട് ഞാൻ എല്ലാവരും കൂടി ടൂർ പോയി. പക്ഷേ അവിടെ വെച്ച് അവർ നമ്മളെല്ലാവരും സമ്മർദ്ദമായിട്ട് പറ്റിച്ചു. ഇപ്പം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടാം. വേഗം വാ എന്നും പറഞ്ഞ് കൽപ്പന എല്ലാവരെയും കൂട്ടി മുകളിലേക്ക് പോകുവാണ്. അങ്ങനെ വരുണിൻ്റെയും പ്രിയങ്കയുടെ റൂമിലെത്തുമ്പോൾ അവരെല്ലാവരും കാണുന്നത് വരുൺ പ്രിയങ്കയെ കട്ടിലേക്ക് തള്ളിയിട്ട് കഴുത്തി ഞെക്കി പിടിച്ച് പ്രിയങ്കയെ ഭീഷണിപ്പെടുത്തുക. ദേ ഇനി എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നീ കൈകടത്താമെന്നുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞ് വരുൺ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അച്ഛനെ കാണുന്നത്. ഈ സമയം തന്നെ പരമേശ്വരൻ വരുണിൻ്റെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. എന്താടാ ഞങ്ങൾ ഈ കണ്ടത്? ഇതാണോ നിന്നെ ഈ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്? ഈ സമയം ഈ കാഴ്ച കണ്ട് മുത്തശ്ശിയും അമ്മയൊക്കെ ഞെട്ടലോടുകൂടി നിൽക്കുമായിരിക്കും. ഉർവശിക്കും കൽപ്പനക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അന്നേരം വരുൺ പറയാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ വീണ്ടും ദേഷ്യപ്പെടുക. കല്യാണം കഴിഞ്ഞ് വന്ന നാളെ മുതൽ തുടങ്ങിയതാ നീ പാവം പെൺകൊച്ചിനെ ഉപദ്രവിക്കാനായിട്ട്. പലതും ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഇനിയും അങ്ങനെ വിട്ടു കളയാനായിട്ട് പറ്റില്ല. എന്താ നിന്റെ പ്രശ്നം? ഈ സമയം കൽപ്പന പറയണേ, വരുണിനോട് മാത്രം ചോദിക്കാതെ അവളോടും കൂടി ചോദിക്കുക. അവളും കൂടി ചേർന്നല്ലേ നമ്മളെ പറ്റിച്ചത്. ആ യാത്ര പോയ സമയത്ത് എന്തായിരുന്നു രണ്ടിൻ്റെ അഭിനയം? ഈ സമയം പരമേശ്വരൻ വരുണിനോട് ചോദിക്കണേ, ഇനിയെങ്കിലും നീ മര്യാദക്ക് സത്യം തുറന്നു പറയുന്നത് നല്ലത്. എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? അന്നേരം വരുൺ പറയണേ, തൽക്കാലം ഇപ്പോൾ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവരോടും അധികം വൈകാതെ തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് വരുൺ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം അമ്മയും മുത്തശ്ശിയും പ്രിയങ്കയുടെ അരികിലേക്ക് പോകുക. പ്രിയങ്ക അന്നേരം കരഞ്ഞോണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. അന്നേരം അമ്മ ചോദിക്കണേ, എന്താ മോളെ, എന്താ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്? ആ സമയം പ്രിയങ്ക കരഞ്ഞോണ്ട് പറയണേ, വന്നു കയറിയ അന്ന് മുതൽ ഞാൻ സഹിക്കുക. വരുണിനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം. പക്ഷേ നിങ്ങളാരെയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിതെല്ലാം മറച്ചു വെക്കുന്നത്. എടുത്തു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ചത് അതിനു വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ കാരണം എൻ്റെ വരുണിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ സമയം ഉർവശി പറയണേ, കണ്ടില്ലേ ഇപ്പോൾ ഇവൾ ഒന്നും വിട്ടു പറയാൻ തയ്യാറല്ല. വീണ്ടും കണ്ണീരും കൈയും കഴിച്ച് എല്ലാവരെയും മയക്കാനാണ് ഇവളുടെ പ്ലാൻ. ഏട്ടാ വരുണിൻ്റെ കവളത്ത് കൊടുത്ത പോലെ ഇവൾക്കിട്ട് ഒന്ന് കൊടുക്ക്, അപ്പോൾ ഇവൾ താനെ സത്യം പറഞ്ഞോളും. അന്നേരം പരമേശ്വരൻ ദേഷ്യപ്പെടുവാണ്. കൽപ്പനയും ഉർവശിയും ആദ്യം മുറിയിൽ നിന്ന് പുറത്തു പോകും. രണ്ടാളോടും പുറത്തു പോകാനല്ലേ പറഞ്ഞത്? അങ്ങനെ അവർ രണ്ടാളും വരണ്ട് അപ്പം തന്നെ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ പറയണേ, മോളെ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ അച്ഛൻ മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും ആ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് ഉടൻ തന്നെ ഈ അച്ഛൻ പരിഹരിച്ചിരിക്കും. മോളിനെ അധികം നാളിങ്ങനെ വിഷമിക്കേണ്ടി വരില്ല. അത് കേൾക്കുന്നത് പ്രിയങ്ക സന്തോഷത്തോടെ അച്ഛനും പറഞ്ഞ് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. ഈ സമയം ഉർവശിയും കൽപ്പനയും അവിടെ മാറി നിന്ന് സംസാരിക്കുക. ഉർവശി പറയണേ, ഇന്നത്തോടെ രണ്ടിൻ്റെയും കള്ളക്കളി തീർന്നാൽ മതിയായിരുന്നു. അന്നേരം കൽപ്പന പറയണേ, എന്താണെങ്കിലും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് ചൂട് കയറിയിട്ടുണ്ടല്ലോ, അത് മതി. ഇനി താനെ അത് കത്തി തുടങ്ങിക്കോളും. നമ്മളാണെങ്കിൽ എരുതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അധികം താമസിയാതെ ഈ കണിമംഗലം വീട് നിന്ന് കത്തും. അത് നമുക്ക് കൺകുളിരെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. അങ്ങനെ പറഞ്ഞ അവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ജീവനെ ഉണ്ടോ. ജീവ റൂമിലിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ജീവയുടെ ഫ്രണ്ട് ജിത്തു ശ്രീകൃഷ്ണപുരത്ത് ദേവപ്രശ്നത്തിന് നാളെ പോകാനിരിക്കുന്ന പത്മനാഭൻ തിരുമേനിയുമായിട്ട് റൂമിലേക്ക് വരുന്നത്. അങ്ങനെ ജിത്തു പറയുക, ജീവ ഇതാണ് ഞാൻ പറഞ്ഞ പത്മനാഭൻ തിരുമേനി. അന്നേരം ജീവ പറയുക, നമസ്കാരം തിരുമേനി. ഈ ശ്രീകൃഷ്ണപുര ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിന് പോകുന്നത് തിരുമേനിയാണല്ലേ? അതെ, സത്യം പറഞ്ഞാൽ ഞാൻ അതിനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ സമയത്താണ് താങ്കളുടെ ഈ സുഹൃത്ത് എന്നെ കാണാൻ വന്നത്. തീരെ സമയമില്ലായിരുന്നു. പിന്നെ എന്നെ കാണാൻ അവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച കൂടെ പോകുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സിനിമയൊന്നും കണ്ടിട്ടില്ല. അല്ല, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്തെങ്കിലും മുഹൂർത്തം കുറിക്കാനോ സമയം നോക്കാനോ മറ്റോ ഉണ്ടോ? അന്നേരം ജിയോ പറയണേ, അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാ. പക്ഷേ ഇപ്പം ഞാൻ വിളിപ്പിച്ചത് അതിനല്ല. നാളെ അമ്പലത്തിൽ നടക്കാനിരിക്കുന്ന ദേവപ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ വിധിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യം എന്താ? തിരുമേനി, ഇന്നലെ ആ അമ്പലത്തിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നതാണ്. അവിടുത്തെ തന്ത്രികളുണ്ടല്ലോ ദേവനാരായണ തിരുമേനി, അയാളുടെ മകളുമായിട്ടായിരുന്നു എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ മുഹൂർത്തത്തിൻ്റെ അന്ന് ആ ഒരു സമയത്ത് അവൾ എന്താ ചെയ്തതെന്നറിയോ എന്ന് പറഞ്ഞ് രാധിക അമ്പലത്തിൽ വെച്ച് താലി തട്ടി തെറിപ്പിച്ചതും തൻ്റെ കഴുത്തിൽ താലി കാണിച്ച് ഞാൻ വിവാഹിതയാണെന്നും എൻ്റെ കഴുത്തിൽ താലി ചേർത്തത് കൃഷ്ണനാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുമേനിയോട് പറയുവാണ് കേട്ടോ. എന്നോട് അവളും അവളുടെ കുടുംബവും ചേർന്ന് കാണിച്ചത് വലിയൊരു ചതിയല്ലേ? എല്ലാവരുടെ മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും നാണം കെട്ടും. അന്നേരം ആ തിരുമേനി ചോദിക്കണേ, അല്ല അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഇതൊന്നും എൻ്റെ പരിധി വരുന്ന കാര്യങ്ങളല്ല. ഈ സമയം ജീവ പറയണേ, ഇതിൽ തിരുമേനിക്ക് എനിക്ക് സഹായിക്കാൻ പറ്റൂ. എന്നെ ഇത്രയും അപമാനത്തിന് ഇരയാക്കിയ അവൾക്കും അവളുടെ അച്ഛനും എനിക്കൊരു പണി കൊടുക്കണം.
രണ്ടുപേരും അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. തിരുമേനി നാളെ പ്രശ്നത്തിന് വിധി പറയുമ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി അറുത്ത് മാറ്റാൻ പറയണം. അന്നേരം ആ തിരുമേനി പറയണേ, അതൊന്നും സാധ്യമല്ല, ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം എന്നെക്കൊണ്ട് പറയാനായിട്ടാവില്ല. ഈ സമയം ജിയോ പറയണേ, ജിത്തു നീ അതിങ്ങടുത്ത് കൊടുക്ക്. അങ്ങനെ കുറച്ച് പണമൊക്കെ ജിത്തു കൊണ്ടുവന്ന് തിരുമേനിക്ക് കൊടുക്കുക. ആ സമയം തിരുമേനി പറയണേ, എന്താ ഇത്, ഞാൻ ദക്ഷിണ മാത്രമേ വാങ്ങാറുള്ളൂ, അതും ന്യായമായിട്ടുള്ളത്, എനിക്ക് ഈ പണത്തിൻ്റെ ആവശ്യമില്ല. ഈ സമയം ജിയോ പറയണേ, തിരുമേനി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വിവാഹം മുടങ്ങി ഞാൻ എൻ്റെ കുടുംബം എല്ലാവർക്കും മുമ്പിൽ നാണം കെട്ട് അപമാനിതനായി. അത് പൊക്കോട്ടെ, വിട്ടുകളയാൻ എന്നും പറഞ്ഞ് ചിന്തിക്കാൻ അത്രയ്ക്ക് വലിയ മഹാമനസ്കതയൊന്നും എനിക്കും എൻ്റെ കുടുംബത്തിനുമില്ല. ഞങ്ങളും മനുഷ്യരല്ലേ. അതുമാത്രമല്ല, മറ്റാരോ കിട്ടിയ താലി അവൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മറച്ചു വെക്കുന്നത് അതും വലിയൊരു തെറ്റ് തന്നെയല്ലേ. അതിനൊരു ശിക്ഷ അതവൾ അനുഭവിച്ചേ പറ്റൂ. അതിനായിട്ട് അവളുടെ താലി അവളുടെ കഴുത്തിൽ നിന്ന് അറുത്ത് മാറ്റണം. തിരുമേനി ആലോചിച്ച് നോക്ക്, ഞാൻ പറയുന്നതിലൊരു ശരിയുണ്ടെന്ന് തിരുമേനിക്ക് മനസ്സിലാവും. ഈ സമയം തിരുമേനി പറയണേ, അങ്ങനെ മറ്റൊരാൾ കെട്ടിയ താലി ഭഗവാന്റെ പേര് പറഞ്ഞ് ആ പെൺകുട്ടി മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിളിച്ചത് കൊണ്ടുവന്നിരിക്കും. എന്നാൽ ശരി, ഞാൻ പോകുക. ഈ സമയം ജിത്തു ആ പണവുമായിട്ട് തിരുമേനിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് തിരിച്ചു വരുവാണ്ടോ ജിത്തു. തിരുമേനിക്ക് ഞാൻ പണമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി അയാളെ പൈസ വാങ്ങി നമ്മളെ പറ്റിക്കുമോ? അന്നേരം ജിയോ പറയണേ, ഇല്ല, തിരുമേനി എന്താണെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. നമുക്ക് അനുകൂലമായിട്ട് തന്നെ തിരുമേനി ഒരു തീരുമാനം എടുക്കും. സോഷ്യൽ മീഡിയക്കാരൊക്കെ ആഘോഷിക്കുവാണ് രഹസ്യമായ വിവാഹത്തിലെ പരസ്യമായ എതിർപ്പിനെ പറ്റി. അവർക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ആ രാധിക എനിക്ക് മുമ്പിൽ തോറ്റിരിക്കണം. അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുവാണ്ടോ ജീവ. പിന്നീട് കാണിക്കുന്നത് രാത്രി രാധികയുടെ വീടിൻ്റെ മുമ്പിലെത്തുവാണ്ടോ വരുൺ. അവിടെ എത്തിയതിനു ശേഷം കാറിൽ നിന്നും പുറത്തിറങ്ങി രാധികയുടെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം രാധിക നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ ഫോൺ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ രാധിക പോയി നോക്കുമ്പോൾ വരുണിൻ്റെ കോളാണെന്ന് മനസ്സിലാകുക. അങ്ങനെ അപ്പം തന്നെ രാധിക കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം വരുൺ വിടുന്നില്ല കേട്ടോ, വീണ്ടും വിളിക്കുവാണ്. എന്നിട്ട് പതിയെ നടന്നു ചെന്ന് രാധികയുടെ റൂമിൻ്റെ ജനലിലൂടെ പോയി നിൽക്കുക. അങ്ങനെ വേറെ വഴിയില്ലാതെ രാധിക കോൾ എടുക്കുക. ഈ സമയം വരുൺ പറയണേ, ഹലോ രാധികെ, എനിക്ക് തന്നോട് സംസാരിക്കണം. വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് തന്നോട് സംസാരിച്ചേ പറ്റൂ. ഞാൻ തൻ്റെ തൊട്ടടുത്തുണ്ട്, തൻ്റെ റൂമിൻ്റെ ജനലിൻ്റെ എവിടെയുണ്ട് ഞാൻ. ഇല്ല വരും, കള്ളം പറയരുത്, സത്യവും ഞാൻ പറയുന്നത്. താൻ വേഗം ഇങ്ങോട്ട് വാ, തന്നെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ശരി, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞ് രാധിക കോള് കട്ടാക്കിയിട്ട് ജനൽ തുറന്ന് നോക്കുവാണ് കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്ന വരുണിനെ കാണുക. ഈ സമയം രാധിക പറയണേ, എന്തിനാ വരും എന്നെ ഇങ്ങനെ ടെൻഷനാക്കുന്നത്? ഒന്ന് പൊക്കെ, ആരെങ്കിലും കാണും, വേഗം ഇവിടുന്ന് പോവും. ഈ സമയം വരുൺ പറയണേ, താൻ പുറത്തേക്ക് വാ, എനിക്ക് തന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ വരില്ല. താൻ വരില്ലെങ്കിൽ ഞാൻ ഉമ്മറത്തേക്ക് വരും. രാവിലെ എല്ലാവരും ഉറക്കമണിക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. പിന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. അന്നേരം രാധിക പറയണേ, അതൊന്നും വേണ്ട, ഞാൻ വന്നോളാം. അങ്ങനെ പറഞ്ഞ് രാധിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയോട് ചോദിക്കണേ, താനല്ലേ പറഞ്ഞത് തനിക്ക് ജീവൻ ഇഷ്ടമാണെന്ന്, പിന്നെന്തിനാ ജീവമായിട്ടുള്ള വിവാഹം താൻ നിർത്തിയത്? താൻ അമ്പലത്തിൽ വെച്ച് എല്ലാവർക്കും മുമ്പിൽ എടുത്തു കാണിച്ച താലി ഞാൻ തൻ്റെ കഴുത്തിൽ ചാർത്തിയതല്ലേ? എന്നിട്ടത് ഭഗവാൻ ചാർത്തിയ താലിയാണെന്ന് പറഞ്ഞു അല്ലേ? സത്യം പറഞ്ഞാൽ താൻ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞത് എൻ്റെ ഭാര്യയാണെന്ന് തന്നെയല്ലേ? ഇനി എന്തിനാ ഇതെല്ലാവരിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരും അറിയിക്കാം. അതിന് താനൊന്ന് മൂളിയെ മാത്രം മതി. ഈ സമയം രാധിക പറയണേ, വരുൺ എന്നെ ടെൻഷനാക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? ഈ സമയത്തായിരിക്കോട്ടെ മുത്തശ്ശി അടുക്കള ഭാഗത്തേക്ക് വരുന്നത്. അന്നേരം ജനലിൽ കൂടി നോക്കുമ്പോൾ അവിടെ രാധികയും വരുണും കൂടി കവിളിലേക്ക് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത് മുത്തശ്ശി കാണുവാണ്. ഓ അത് ശരി, നിന്നിപ്പോൾ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് മുത്തശ്ശി യശോദേനെ വിളിക്കാൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ വീണ്ടും രാധികയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എടോ രാധികയും, വിവാഹം നടക്കാൻ വേണ്ടി താൻ അങ്ങനെ ഒരു നാടകം കളിച്ചു. അത് ഈ വീട്ടിലെ പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. താനൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം. എന്നിട്ട് നമ്മൾ സ്വപ്നം കണ്ട പോലെ നമുക്കൊന്നിച്ച് ജീവിക്കാം. ആ സമയം രാധിക പറയണേ, വരുൺ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക, ഈ വീട്ടിൽ എല്ലാവരും എൻ്റെ വാക്കിന് വലിയ വില തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും എന്നെ വെറുപ്പോടുകൂടിയാണ് നോക്കുന്നത്. ഈ വീട്ടിലുള്ളവരുടെ നല്ല മനസ്സ് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ജീവിച്ച് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ വീട്ടുകാരോട് ഒരിക്കലും എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റില്ല. ഇന്നലെ തന്നെ എന്നെ എടുത്ത് വളർത്തിയതിൻ്റെ പേരിൽ അച്ഛൻ എല്ലാവർക്കും മുമ്പിൽ നാണം കിട്ടു. അച്ഛനോട് എത്ര തവണ ഞാൻ മാപ്പ് പറഞ്ഞെന്നറിയോ? ഇനിയും എനിക്ക് കുടുംബത്തെ വേദനിപ്പിക്കാനാവില്ല. ഞാൻ പറയുന്നത് വരണമെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് വരനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക. ഈ സമയം മുത്തശ്ശി യശോദേനെയും കൂട്ടി അവിടെ എത്തുവാണ്. എന്നിട്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ വരുണും രാധികയും കൂടി രാത്രി അങ്ങനെ ചേർത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ട് യശോദ ആകെ ദേഷ്യത്തിൽ രാധികയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.